ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് പ്ലാൻ ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയവന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു ഒരുമിച്ച് പോകാൻ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തായിരുന്നു, ശതാബ്ദി എക്സ്പ്രസ്. അങ്ങനെ അതിൽ കയറി എങ്ങനെ പോകണം, എങ്ങനെ സർപ്രൈസ് പ്ലാൻ ചെയ്യണം ഒരു ഡിസ്കഷനിലായിരുന്നു. ഡിസ്കഷൻ തീർന്നു വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കുള്ള സ്നാക്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ചായ ഉണ്ടാക്കുന്നത് ഞാനാണ് ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഫ്ലോപ്പ് ആവുമെന്നാണ്, പക്ഷേ എല്ലാം അവസാനം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നൈ എത്തി, വണ്ടല്ലൂരെത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ടയേർഡും ആയിരുന്നു ഞങ്ങൾ. മാത്രമല്ല കുഞ്ഞിനെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ മെറീന മോളിലേക്ക് പോവാൻ വിചാരിച്ചു. ഞാൻ, അമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ മോളെത്തി. ഞങ്ങൾ ഏറ്റവും ടോപ്പ് നെല്ലിൽ പോയി, കാരണം അവിടെയാണ് ഫുഡ് കോർട്ട് ഉള്ളത്. അപ്പോൾ അവിടെ പോയി വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ വിചാരിച്ചു, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അച്ഛമ്മയും കൂടി കുറേ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ആ കപ്പിളിനെ കണ്ടോ ഗൈസ്? അതാണ് എൻ്റെ നാത്ത്, അതാണ് അണ്ണൻ. അങ്ങനെ അവരെന്തോ സ്ലിപ്പൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാനും എൻ്റെ ഹബ്ബിയും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ മോളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ചിക്കിങ് വന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ കൂടുന്നത് ഒരുമിച്ച്. ഇനി എന്താ പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോഴാണ് നമുക്ക് ഫൺ സോൺ പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഏതാ ഓടി നടക്കുന്ന ആ കുട്ടീനെ കണ്ടോ? അതാണ് എൻ്റെ കുഞ്ഞി. ആള് പാവമാണ്, പക്ഷെ നല്ല കുറുമ്പിയാണ്. ആള് എന്താ പറയുക, നല്ലൊരു കുട്ടിയാണ് കേട്ടോ. അങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. രണ്ടുപേരും എന്തൊക്കെയോ ചെയ്യുന്നു. നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം ഈ ഗെയിം എന്താന്ന്. എൻ്റെ അണ്ണനും മനസ്സിലായില്ല കേട്ടോ. അവസാനം ടെക്നിക്ക് പിടികിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് ആ ഗെയിം കളിച്ചു. അങ്ങനെ 3 വട്ടം ഞാൻ ആളെ തോൽപ്പിച്ചു ഗൈസ്. നമ്മളോടാ കളി. അങ്ങനെ ഞാൻ 3 വട്ടം ആളെ തോൽപ്പിച്ചു. പക്ഷേ എന്തായാലും ഇത് നല്ലൊരു ഫൺ ഗെയിമായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കാറിൽ കയറി. അപ്പോൾ കാർ ഗെയിമിൽ കയറിയപ്പോൾ എന്താ പറയുക, സംഭവം എന്താണെന്ന് അറിയാണ്ടാണ് ഞാൻ കയറിയത്. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എത്ര വളച്ചാലും തിരിച്ചാലും ഇടി ഉറപ്പാന്ന്. അങ്ങനെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ആ ഗെയിം. ഇതൊക്കെ കഴിഞ്ഞ് അച്ഛനമ്മേനെ നോക്കുമ്പോൾ ഇതാ കാണുന്നു 3 പേരും കൂടി കുഞ്ഞിനെ എടുത്തിട്ട് ഇതിൽ കയറിയിരിക്കുന്നു. എനിവേയ്സ് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ അവർക്ക്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും നിഞ്ച കളിക്കാൻ കയറി. അതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല.
പിന്നെ നാത്തൂൻ കാണിക്കണം കണ്ടിട്ട് ഞാനും എന്തൊക്കെയൊക്കെയോ കാണിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ഞങ്ങൾക്ക് കുറേ കോയിൻസ് കിട്ടി. ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി കേട്ടോ. കണ്ടില്ലേ വിക്ടറി സിമ്പിളൊക്കെ പിടിച്ചിരിക്കുന്നത്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു, ഈ ഒരു ഗെയിം. അങ്ങനെ ആൾക്ക് 10 പോയിൻ്റ് കിട്ടി ഗൈസ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. അവിടെ കുറേ നേരം എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.